ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് അഫെയേഴ്സാണ്. മെയ് 2025 കറണ്ട് അഫെയേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുക. CRPFൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? വിതുൽ കുമാർ. CRPFൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ വിതുൽ കുമാർ. ISROയുടെ സ്പേസ് ഡെക്സ് ദൗത്യം വിക്ഷേപിച്ചതെന്ന 2024 ഡിസംബർ 30. വിക്ഷേപണ വാഹനം PSLV C-60. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്. എന്താണ് സ്പെയ്ഡെക്സ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്? സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന നടക്കുന്നത് എവിടെയാണ്? ആറന്മുള. 2025 വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഏതാണ്? തിരുവള്ളൂർ പ്രതിമ. കന്യാകുമാരിയിലെ തിരുവള്ളൂർ പ്രതിമയാണ്. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ്? CR 450. CR 450 ആണ് എന്താ? അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. CRPFൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? വിതുൽ കുമാർ. ISROയുടെ സ്പേസ് ഡെക്സ് ദൗത്യം വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയതാരാണ്? സാറാ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത് സാറാ ജോസഫ്. 2025 ശ്രീലങ്കയുടെ മിത്രവിഭൂഷണ പുരസ്കാരത്തിന് അർഹനായതാരാണ്? നരേന്ദ്രമോദി. 2025 ശ്രീലങ്കയുടെ മിത്രവിഭൂഷണ പുരസ്കാരത്തിന് അർഹനായത് നരേന്ദ്രമോദി. വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ്? 2025 ഏപ്രിൽ 5. 7th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയാണ്? ബീഹാർ. 7th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ബീഹാർ. പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് 2027 വേദി എവിടെയാണ്? ഇന്ത്യ. ബിംസ്റ്റെക് ഗെയിംസിന് 2027 വേദി ഇന്ത്യ. 2031 ഫിഫ വനിതാ ലോകകപ്പ് വേദി എവിടെയാണ്? USA. 2035 UK. 2031 ഫിഫ വനിതാ ലോകകപ്പ് വേദി എവിടെയാണ്? USA. 2035 എവിടെയാണ്? UK. 2024 ആദ്യം മുതൽ നോക്കാം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? സാറാ ജോസഫ്. 2025 ശ്രീലങ്കയുടെ മിത്രവിഭൂഷണ പുരസ്കാരത്തിന് അർഹനായതാരാണ്? നരേന്ദ്രമോദി. വഖഫ് ഭേദഗതി ബില്ല് എന്നാണ് നിലവിൽ വന്നത്? അംഗീകാരം രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2025 ഏപ്രിൽ 5. 7th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയാണ്? ബീഹാർ. അടുത്ത് നോക്കാം. 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായതാരാണ്? KP ശങ്കരൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് KP ശങ്കരൻ. 2025 റവന്യൂ അവാർഡ്സിൽ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? NSK ഉമേഷ്. 2025 റവന്യൂ അവാർഡ്സിൽ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് NSK ഉമേഷ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ ഇന്ത്യൻ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയത്. മൗറീഷ്യസിൻ്റെ 57ാമത് ദേശീയ ദിനത്തിൻ്റെ 2025 മുഖ്യാതിഥി ആരായിരുന്നു? നരേന്ദ്രമോദി. മൗറീഷ്യസിൻ്റെ 57ാമത് ദേശീയ ദിനത്തിൻ്റെ 2025 മുഖ്യാതിഥി ആരായിരുന്നു? നരേന്ദ്രമോദി. നാഗാലാൻഡിലെ 17ാമത് ജില്ല ഏതാണ്? മേലുരി. നാഗാലാൻഡിലെ 17ാമത് ജില്ല മേലുരി. പിന്നെ എന്താണ്? രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയാണ്? കൊല്ലം. രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയാണ്? കൊല്ലം. ഒന്നുകൂടി നോക്കാം. 2025 ജ്ഞാനപ്പാന പുരസ്കാരം അർഹനായത് ആരാണ്? KP ശങ്കരൻ. 2025 റവന്യൂ അവാർഡ്സിൽ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? NSK ഉമേഷ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ ഇന്ത്യൻ താരമാരാണ്? വിരാട് കോഹ്ലി. മൗറീഷ്യസിൻ്റെ 57ാമത് ദേശീയ ദിനത്തിൻ്റെ 2025 മുഖ്യാതിഥി ആരായിരുന്നു? നരേന്ദ്രമോദി. നാഗാലാൻഡിലെ 17ാമത് ജില്ല ഏതാണ്? മേലുരി. പിന്നെന്താണ്? രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് ആരാണ്? എവിടെയാണ്? കൊല്ലം. രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയാണ്? കൊല്ലം. അപ്പോൾ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയതാരാണ്?
വിരാട് കോഹ്ലി. മൗറീഷ്യസിൻ്റെ 57ാമത് ദേശീയ ദിനത്തിൻ്റെ 2015 ആരാണ് മുഖ്യാതിഥിയായത്? 2025 നരേന്ദ്രമോദി. 2025 മെയിൻ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ആരായിരുന്നു? വിരാട് കോഹ്ലി. 2025 മെയിൻ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. 2024 എന്താണ് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? നോവൽ പുരസ്കാരം സന്തോഷ് കുമാറിന്. എന്താണ്? ജ്ഞാനഭാരം. നോവൽ പുരസ്കാരം സന്തോഷ് കുമാർ, ജ്ഞാനഭാരം. ചെറുകഥ പുരസ്കാരം ആർക്കാണ്? സന്തോഷ് ഏച്ചിക്കാനം. സന്തോഷ് ഏച്ചിക്കാനം കവണക്കാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കവണക്കാണ് ചെറുകഥാ പുരസ്കാരം നൽകിയത്. യുവകഥ ഏതാണ് പുരസ്കാരം? ഷാഫി പൂവത്തിങ്കൽ. ഏതാണ്? റക്കീബിനും അതീദിനുമിടയിലെ നുണകൾ. റക്കീബിനും അതീബിനുമിടയിലെ നുണകളാണെന്ത്? യുവകഥ പുരസ്കാരം നേടിയത് ഷാഫി പൂവത്തിങ്കലിന്. റക്കീബിനും അതീദിനുമിടയിലുള്ള നുണകൾ. അപ്പോൾ എന്താണ്? 2024 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ. നോവൽ പുരസ്കാരം സന്തോഷ് കുമാർ, ജ്ഞാനഭാരം. ചെറുകഥ പുരസ്കാരം ആർക്കാണ്? സന്തോഷ് ഏച്ചിക്കാനം കവണ എന്നുള്ളതിന്. യുവകഥ പുരസ്കാരം ഷാഫി പൂവത്തിങ്കൽ, റക്കീബിനും അതീദിനുമിടയിലെ നുണകൾ. 2025 മെയിൽ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് എവിടെയാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. 2025 മെയിൽ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത്. 53 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സോവിയറ്റ് ബഹിരാകാശ പേടകം ഏതാണ്? കോസ്മോസ് 482. കോസ്മോസ് 482. 2025 മെയിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ പുറത്തിറക്കിയതാണ്. അടുത്തതെന്താണ്? 2025 IPL സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ നയിക്കുന്നത് ആരാണ്? ഋഷഭ് പന്ത്. 2025 IPL സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ നയിക്കുന്നത് ഋഷഭ് പന്ത്. പിന്നെന്താ അടുത്തത്? കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ്? കവചം. കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം കവചം. 2023-24 സാമ്പത്തിക വർഷത്തിലേക്ക് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. 2025 S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം SK വസന്തൻ പുരസ്കാരം ഏതാണ്? SK വസന്തൻ പുരസ്കാരം. ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചതാരാണ്? സാറ ജോസഫ്. അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് എന്താണ്? ശൂന്യ. അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണ്? ശൂന്യ. അപ്പോൾ ആദ്യം മുതൽ നോക്കാം. 2025 IPL സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ നയിക്കുന്നത് ഋഷഭ് പന്ത്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം കവചം. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത ബ്രസീൽ. ഇന്ത്യയുടെ സ്ഥാനം 7. 2025 S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം SK വസന്തൻ. ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചതാര? സാറ ജോസഫ്. അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്സ് എന്താണ്? ടൈപ്പ് ശൂന്യ. പ്രോട്ടോടൈപ്പ് എന്താണ്? പറക്കുന്ന. അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് എന്താണ്? ശൂന്യ. എന്താണ് അടുത്തത്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. പിന്നെന്താണ്? പ്രകൃതി. 2025 വേദി ഏതാണ്? ന്യൂഡൽഹി. പ്രകൃതി 2025 വേദി ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം INS ഗുൽദാർ. ഏതാണ്? INS ഗുൽദാർ. 2025 ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഏതാണ്? ഉർസുല വോണ്ടർ ലെയ്ൻ. 2025 ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ്? ഉർസുല വോണ്ടർ ലെയ്ൻ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ സ്ത്രീകൾക്ക് ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം എന്താണ്? ബെയ്ലി. എന്താണ്? ബെയ്ലി. ചൂരൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ
ദുരന്തബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം ബെയ്ലി. 2025 കോർപ്പറേറ്റ് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രാണിമിത്ര പുരസ്കാരം ലഭിച്ച ഏതാണ്? രാധേകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ്. രാധേകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ്. എന്താണ് 2025 കോർപ്പറേറ്റ് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രാണിമിത്ര പുരസ്കാരം ലഭിച്ചത്? രാധേകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ്. പിന്നെന്താ അടുത്തത്? 2025 ലെബനൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജോസഫ് ഓൺ. ആരാണ് 2025 ലെബനൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ജോസഫ് ഓൺ. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ഒന്നാം സ്ഥാനത്തുള്ളത് ഏതാണ്? സിംഗപ്പൂർ. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ. സിന്ധു നദീതട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് $1 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ ഏതാണ്? തമിഴ്നാട്. സിന്ധു നദീതട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് $1 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ തമിഴ്നാട്. അടുത്തിടെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം ഏതാണ്? നാഡി തരംഗിണി. അടുത്തിടെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം നാഡി തരംഗിണി. 2024-25 ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ്? AC മിലാൻ. ആരാണ്? AC മിലാൻ. അപ്പോൾ ആദ്യം മുതൽ നോക്കാം. 2025 ലെബനൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോസഫ് ഓൺ. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ഒന്നാം സ്ഥാനത്തുള്ളതാരാണ്? സിംഗപ്പൂർ. സിന്ധു നദീതട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് $1 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ ഏതാണ്? തമിഴ്നാട്. അടുത്തിടെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം നാഡി തരംഗിണി. പിന്നെന്താണ് അടുത്തത്? 2024-25 ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ജേതാക്കൾ AC മിലാൻ. അടുത്തെന്താണ്? 2025 പുറത്തുവിട്ട കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 96. 2025 പുറത്തുവിട്ട കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 96. ചൈനയുടെ ചേഞ്ച് 8 ദൗത്യത്തിൽ സഹകരിക്കുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. പിന്നെ അടുത്തിടെ റിലയൻസ് റീറ്റെയിൽ യൂണിറ്റ് പുറത്തിറക്കിയ സ്പോർട്സ് ഡ്രിങ്ക് ഏതാണ്? സ്പിന്നർ. അടുത്തിടെ റിലയൻസ് റീറ്റെയിൽ യൂണിറ്റ് പുറത്തിറക്കിയ സ്പോർട്സ് ഡ്രിങ്ക് സ്പിന്നർ. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ റിയലിസ്റ്റിക് അനിമേട്രോണിക് ആന ഏതാണ്? എല്ലി. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ റിയലിസ്റ്റിക് അനിമേട്രോണിക് ആന ഏതാണ്? എല്ലി. എലിഫൻറ്റ് എല്ലി എന്ന് കണക്ട് ചെയ്യുക. പിന്നെന്താണ്? ലോട്ടറി വ്യവസായങ്ങളിൽ നിന്ന് സേവന നികുതി ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഏതാണ്? സുപ്രീം കോടതി. ലോട്ടറി വ്യവസായങ്ങളിൽ നിന്ന് സേവന നികുതി ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഏതാണ്? സുപ്രീം കോടതി. അടുത്തിടെ പൗരത്വം ലഭിക്കുന്നതിന് കുറഞ്ഞ 15 വർഷത്തെ തുടർച്ചയായ താമസ വ്യവസ്ഥ ചെയ്ത രാജ്യം ഏതാണ്? ഒമാൻ. അടുത്തിടെ പൗരത്വം ലഭിക്കുന്നതിന് കുറഞ്ഞ 15 വർഷത്തെ തുടർച്ചയായ താമസം വ്യവസ്ഥ ചെയ്ത രാജ്യം ഒമാൻ. അപ്പോൾ ആദ്യം മുതൽ നോക്കാം. 2025 പുറത്തുവിട്ട കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 96. ചൈനയുടെ ചേഞ്ചസ് 8 ദൗത്യത്തിൽ സഹകരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ. അടുത്തിടെ റിലയൻസ് റീറ്റെയിൽ യൂണിറ്റ് പുറത്തിറക്കിയ സ്പോർട്സ് ഡ്രിങ്ക് ഏതാണ്? സ്പിന്നർ. ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സ് ഡ്രിങ്ക് സ്പിന്നർ. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ റിയലിസ്റ്റിക് അനിമേട്രോണിക് ആന ഏതാണ്? എല്ലി. ലോട്ടറി വ്യവസായങ്ങളിൽ നിന്ന് സേവന നികുതി ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഏതാണ്? സുപ്രീം കോടതി. ലോട്ടറി വ്യവസായങ്ങളിൽ നിന്ന് സേവന നികുതി ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി സുപ്രീം കോടതി. അടുത്തിടെ പൗരത്വം ലഭിക്കുന്നതിന് കുറഞ്ഞത് 15 വർഷത്തെ തുടർച്ചയായ താമസ വ്യവസ്ഥ ചെയ്ത രാജ്യം ഒമാൻ. എത്ര വർഷമാണ്? 15 വർഷം തുടർച്ചയായ താമസ വ്യവസ്ഥ ചെയ്ത രാജ്യം ഒമാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല കണ്ടൻറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചാനലിൽ നല്ല വീഡിയോസ് ഉണ്ട്, കാണുക.